പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 34-ാം സങ്കീർത്തനത്തിലാണ് ഒരു വലിയ ആഴമായ കാര്യം. 34-ാം സങ്കീർത്തനത്തിൽ അതിൽ 4-ൽ ആ തിരുവചനം പറയുന്നത്, ഞാൻ കർത്താവിനെ തേടി, ഞാൻ കർത്താവിനെ കണ്ടെത്തി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. കർത്താവിനെ തേടി. അപ്പോൾ കർത്താവിനെ തേടി കണ്ടുകിട്ടിയാൽ പിന്നെ കർത്താവിൻ്റെ അവൻ്റെ മുഖത്തോട്ട് നോക്കിയവർ പ്രകാശിതരായെന്ന കർത്താവിനെ അറിഞ്ഞവർ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ സമരിയാക്കാരത്തിയുടെ അടുത്തോട്ട് ഈശോയുടെ സ്വഭാവം, ഈശോ അങ്ങ് ചെന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈശോയെ അറിഞ്ഞാൽ പിന്നെ ഈ സ്നേഹം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ സ്റ്റേജിൽ ബ്രദർ അഭിനയിച്ച് കാണിച്ചു. ഒരു മദ്യപാനി മദ്യം കഴിച്ച് ലക്കില്ലാണ്ട് വന്ന ആ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ആ ധ്യാനം കൂടാൻ വന്നു കഴിഞ്ഞപ്പോൾ വന്ന ശേഷം ആ മനുഷ്യനെ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ പിന്നീട് ആ മനുഷ്യന് കുടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വലിയ അത്ഭുതം ഇവിടെ നടന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം സമരിയാക്കാര്യത്തിൽ കൂടി നമുക്ക് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം തിരുവചനം പറയുകയാണ്, നിന്നോട് ഈ സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. നമ്മൾ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈശോയിൽ കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അത് ഈ ബ്രദറിൽ കൂടി നമുക്ക് തോമസ് കൂടി ആഴമായ ഒത്തിരി ഉൾക്കാഴ്ചകൾ തരുന്നുണ്ട്. ദർശനങ്ങളെപ്പറ്റി ആണെങ്കിലും ദർശനപരങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ബ്രദറിൻ്റെ വരദാനത്തിൻ്റെ കൂടി ദർശനം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉൾക്കാഴ്ച സങ്കീർത്തനത്തിൽ കൂടെ തന്നെയാണ്. ഞാൻ ഈ ദർശനം കാണുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വ്യാഖ്യാനപരമില്ലാത്തപ്പോഴത്തേക്കും വ്യാഖ്യാനിക്കുന്ന ആ വരം തരണമേ എന്നങ്ങനെ പ്രാർത്ഥിച്ചപ്പം ആ 93-ലാണ് ഈ തിരുവചനം തരികയാണ്. അതിനെല്ലാം ഉത്തരം തിരുവചനം തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ മാത്രം ക്രിസ്തുവിൽ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പാപത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നല്ല കള്ളൻ പശ്ചാത്തപിച്ചു, പാപിയായ എന്നെ പർദീസായിലായിരിക്കുമ്പോഴെന്നെ ഒന്ന് ഓർക്കണം എന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിലായിരിക്കും. ഈ സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് ഈ ഇന്ന് 2-3 ദിവസത്തെ ക്ലാസ്സിൽ കൂടി വലിയൊരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്.